ഹലോ ഹലോ. ബാബച്ചി, എന്തോയി? എൻ്റെ ടൂറൊക്കെ കഴിഞ്ഞോ? പിന്നെ കുറേ ദിവസമായിരുന്നു സംസാരിച്ചിട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് എനക്ക് എനിക്ക് ഭയങ്കര ക്ഷീണവാ. എത്ര ദിവസമായിട്ടോ പോയിട്ട്? ആ, എല്ലാം കൂടി ഞാൻ ഉറക്കി തീർത്തു. അല്ല, ഇടയ്ക്കൊരു മെസ്സേജ് പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എങ്ങനെ കിടന്നുറങ്ങട്ടെ എങ്കിൽ ഞാനെങ്ങനെ മെസ്സേജ് അയക്കാം? അവിടെ തുള്ളിച്ചാടാനൊക്കെ ടൈം ഉണ്ടായിരുന്നില്ല, എനിക്ക് കറങ്ങാനൊക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. എവിടെയും പോണതിന്റെ മുന്നേ പറഞ്ഞല്ലോ, ഒരു 4 ദിവസത്തിന് ഇല്ല കാണത്തില്ലാന്ന്. നാല് ദിവസം എന്ന് പറഞ്ഞിട്ട് ഈ 4 ദിവസം കറക്റ്റായിട്ട് എടുത്തല്ലോ. ഞാനൊരു 2 ദിവസം പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ വിളി വരുമല്ലോ. ഞാൻ വിളിച്ച് ഈ എടുത്തില്ലാന്നേ ഉള്ളൂ. അതെ, ഫോൺ സൈലന്റ് ആയിരുന്നു. ആയിക്കോട്ടെ. പിന്നെ ഈ പാട്ടും ബഹളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ കേൾക്കാനാ? ശരിയാ. അങ്ങനെ ന്യൂ ഇയർ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. സത്യം. എന്നിട്ട് വീട്ടിൽ എന്താ പറഞ്ഞേ? എന്റെ കെട്ടിനുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷങ്ങട്ട് പെടണ്ട. രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞ. അതാ പറഞ്ഞു, വല്ലാണ്ട് ഇനി പെടണ്ടാന്ന്. എനിക്ക് ഇങ്ങനത്തെ കെട്ടിയോന് കിട്ടിയാ മതി. അല്ല, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണല്ലോ. എല്ലാം പ്രോമിസ് ചെയ്തിട്ടാ പോയത്. പോകാൻ നേരത്തെ എന്തൊരു പാവമായിരുന്നു കേട്ടോ. അതിന്റെ സോപ്പിടല്ലായിരുന്നു. എന്ത് സ്നേഹമായിരുന്നു. ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല കേട്ടോ. പോയിട്ട് വരുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുമത്. പുതിയതായിട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? ആരെ കാണാൻ? അല്ല, പോയിട്ട് വരുമ്പോൾ ഒരു പുതിയ കഥകൾ, സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് നമ്മൾ അവിടെ പോയത്, ഇവിടെ പോയത്, അതുപോലെ അവരെ കണ്ടു ഇവരെ കണ്ടു എന്നൊക്കെ ഉള്ള സ്റ്റോറീസ് ഒക്കെ വരുമല്ലോ. ഇപ്പൊ സ്റ്റോറി ഒന്നും വന്നില്ല, എന്നാ പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ആരെയും കണ്ടില്ല ഇപ്പൊ? പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റിയ ആരെയും കണ്ടിട്ടില്ല. സാധാരണ ഒളിഞ്ഞെങ്കിലും നോക്കുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചേ. മനസ്സിലായി. ആവശ്യ പോയിട്ട് വന്നിട്ട് എനക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാവണം. അതൊക്കെ കരുതി വെച്ചിരിക്കാണോ? പിന്നെ നിങ്ങളെ മറന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യോ? അതെനിക്കറിയാം, ചെയ്യത്തില്ല. ഇത്രയും നാളും ചെയ്തിട്ടില്ലല്ലോ. എത്ര നാളും ചെയ്തിട്ടൊന്നുമില്ല. എന്തൊരു കുത്തനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതെന്റെ ക്ഷീണം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാ. എനിക്കിപ്പോ ഒരു ക്ഷീണവും ഇല്ല കേട്ടോ. എന്തായാലും എനിക്കൊരു സമാധാനം ഉണ്ട്. എൻ്റെ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചു തരാൻ പറ്റിയില്ലേ? എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചെന്നല്ലോ പോണതിന്റെ മുന്നേ. അല്ല, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഇങ്ങനെ ഒരെണ്ണം പോകണം. എന്തായാലും അത് സാധിച്ചില്ലേ? നമുക്ക് പോകണ്ടേ? നമുക്ക് പോണം. ഈ ക്ഷീണം തീർന്നിട്ട് പോവാം. ഞാൻ വരുമ്പത്തിന് ക്ഷീണമൊക്കെ മാറും. 2 ദിവസം കഴിയുമ്പോൾ മാറുമല്ലേ? പണിയെടുക്കാൻ വയ്യ. ഈ വയ്യാത്തോണ്ടല്ല വയ്യാന്ന് പറയണേ. അതൊന്നും എന്നോട് പറയല്ലേ. ഞാൻ പറയും. പറഞ്ഞാല് ഞാൻ കൊണ്ടുപോയില്ല. എവിടെ കൊണ്ടുപോകില്ല. അങ്ങനൊന്നും പറയല്ല കാക്കൂ. എനിക്ക് നിങ്ങളോടല്ലേ പറയാനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ ഉമ്മാനോട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് വേണ്ട. ആരെങ്കിലോടൊക്കെ പറഞ്ഞാൽ മതി. എനിക്കത്രേ ഉള്ളൂ. ഏതായാലും ഈ റെസ്റ്റ് എടുക്ക്. അല്ല നിങ്ങൾ പറഞ്ഞു. അല്ല, എനക്കുള്ളൊരു പണി വരുന്നുണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ടോ വെച്ച് സർപ്രൈസ്. ഇത്രയും ദിവസം അടിച്ചു പൊളിച്ചേ. എന്തോ ഇടാകൂടാണല്ലോ മോനെ. ഒന്നുമില്ല വച്ചി, ഒന്നുമില്ല. സുഖമായിട്ടിരുന്നാ കണ്ടുപിടിച്ചോളാട്ടാ. സുഖമായിട്ടിരുന്നാ മതി. ഓക്കെ.